നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രധാന കേന്ദ്രങ്ങളിൽ ഒരുക്കണമെന്ന് ഡോക്ടർ സുൽഫിക്കർ അലി. AED മെഷീൻ അത്യാഹിതങ്ങളിൽ ഉപയോഗിക്കുന്നത് മരണനിരക്ക് കുറയ്ക്കുമെന്നും അദ്ദേഹം. റെയിൽവേ സ്റ്റേഷനിൽ മെഷീൻ സുസജ്ജം. പുതുതലമുറയെ ആകർഷിക്കാൻ പുത്തൻ ഡിസൈനുകളുമായി ഖാദി എത്തി. പ്രകൃതിദത്ത ചായക്കൂട്ടുകൾ നൽകിയ വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ. ഖാദി ഇത്തവണ ലക്ഷ്യമിടുന്നത് 150 കോടിയുടെ വിപണനം. 23 വർഷങ്ങൾക്ക് ശേഷം ധീരജവാൻ ജനാർദ്ദനന് സ്മൃതി മണ്ഡപം നിർമ്മിച്ച് പയ്യന്നൂർ നഗരസഭ. നിർമ്മാണം സുഹൃത്ത് കൂട്ടായ്മ ജവാൻ ട്രസ്റ്റിലൂടെ. ഒപ്പം AV ജനാർദ്ദനന്റെ കുടുംബത്തിന് ആദരവ്. വാർത്തകൾ വിശദമായി. ഹൃദയാഘാതം അടക്കമുള്ള ഗുരുതരമായ സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷാ യന്ത്രമായി പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിലിറ്റർ യന്ത്രം AED മെഷീൻ കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കണമെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഒഫീഷ്യൽ ഇൻസ്ട്രക്ടർ ഡോക്ടർ സുൽഫിക്കർ അലി ആവശ്യപ്പെട്ടു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ലുബ്നബ് ഷാ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വിതരണം നൽകിയ AED മെഷീൻ പ്രവർത്തനവും CPR പരിശീലനവും നൽകുകയായിരുന്നു അദ്ദേഹം. ഹൃദയസ്തംഭനം, കുഴഞ്ഞു വീണുള്ള മരണം തുടങ്ങിയ അത്യാഹിതങ്ങളിൽ വളരെ പെട്ടെന്ന് AED മെഷീന് ഉപയോഗിക്കുന്നത് മരണനിരക്ക് കുറയ്ക്കാനും ജീവൻ നിലനിർത്താനുമുള്ള സാധ്യതകളെ ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ജനങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ, മാളുകൾ, തിയേറ്ററുകൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ പരിസരത്ത് IED മെഷീൻ ലഭ്യമാക്കുന്നത് വളരെ പെട്ടെന്ന് പുനരുജ്ജീവന ചികിത്സ CPR പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കും. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ ഒരു 5-8 മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത മോർ ദാൻ 80%. രക്ഷപ്പെടാനുള്ള സാധ്യത ഉടൻ എന്നാണ് നമ്മൾ പറയുന്നത്. 8 മിനിറ്റ് എന്ന് പറയാത്തത് എന്താ വെച്ചാൽ, സാറിൻ്റെ ഒരു അനുഭവം പറഞ്ഞു, ഇത് ചെയ്തത് കൊണ്ട് ഡിലേ വന്നു എന്ന് ആരോ പറഞ്ഞു, എന്നേതോ കൃഷ്ണപ്പള്ളിയിലോ അവിടെ പറഞ്ഞു. ഇത് എപ്പോഴും ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞ് ഈ സാധനം അത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ നമ്മളോട് പറയും എന്ത് CPR കൊടുക്കാനും അതേപോലെ തന്നെ ഇത് കൊടുക്കാനും മെഷീൻ നമ്മളോട് പറയും. ഈ മെഷീൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്താൽ മതി. ഇത് ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ അറൌണ്ട് 75% ഡിഫറൻസ് ഇത് നമ്മൾ. സർക്കാരുകളുടെ നേതൃത്വത്തിലും വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും ഇത്തരത്തിൽ സൗകര്യം ഒരുക്കുന്നത് മരണനിരക്കുകൾ കുറയ്ക്കാൻ ഏറെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലുബ്നാഥ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലുബ്നാഥ് ഷാ ഭാരവാഹികൾ സംബന്ധിച്ചു. ഈ ചാരിറ്റബിൾ ട്രസ്റ്റാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും AED മെഷീൻ സ്ഥാപിച്ചത്. സ്റ്റേഷൻ മാനേജർ S. സുജിത് കുമാർ, ഷാഹിൽ പള്ളിക്കണ്ടി, DYSP അബ്ദുൾ മുനീർ, രാജീവ് കുമാർ PV, ഡോക്ടർ വത്സല, രാജേഷ് കുമരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന 2 പഞ്ചായത്ത് വാർഡുകളും LDF നിലനിർത്തി. മുണ്ടേരി പഞ്ചായത്ത് താറ്റിയോട്ട് 10ാം വാർഡ് BP റീഷ്മയും ധർമ്മടം പഞ്ചായത്തിലെ പരീക്കടവ് വാർഡ് B ഗീതമ്മയുമാണ് വിജയിപ്പിച്ചത്. മുണ്ടേരി പഞ്ചായത്ത് താറ്റിയോട് 10ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി BP റിഷ്മ വിജയിച്ചു. 393 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. UDFിലെ KT ബീന 331 വോട്ട് നേടി. ധർമ്മടം പഞ്ചായത്തിലെ പരീക്കടവ് വാർഡിൽ LDFിലെ B ഗീതമ്മ 9 വോട്ടുകൾക്ക് UDFിലെ M സുരേഷിനെ പരാജയപ്പെടുത്തി. LDFിന് 557 വോട്ടും UDFിലെ M സുരേഷിന് 548 വോട്ടും ലഭിച്ചു. കണ്ണൂർ SN കോളേജിലെ 89-91 ബാച്ച് PDഗ്രി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ യാദേൻ സംഘടനയുടെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസും പരിസരവും ശുചീകരിച്ചു. പ്രവർത്തന ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SP കുമാർ നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാവുകയാണ് SN കോളേജിലെ യാദേൻ 89-91 പ്രീഡിഗ്രി ബാച്ച്. ഒത്തുകൂടലിൽ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാനാവുമെന്ന ചിന്തയാണ് ഇവരെ ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചത്. തുടർന്നും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടത്താൻ അലൂമിനി അസോസിയേഷൻ ആവട്ടെയെന്ന് പ്രിൻസിപ്പൽ SP കുമാർ പറഞ്ഞു. നമ്മുടെ കോളേജിന്റെ പ്രധാനപ്പെട്ട അലൂമിനി ഗ്രൂപ്പ് ആയ 89-91 ബാച്ച് യാദേന്റെ നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത്. ഇതിൽ ഒരുപാട് പാർട്ടിസിപ്പേഷനുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും നമ്മുടെ കോളേജിൻ്റെ സുസ്ഥിര വികസനത്തിന് വേണ്ടി ഉണ്ടാവട്ടെ. അതിനുവേണ്ടി എൻ്റെ എല്ലാ ആശംസകളും. ഡോക്ടർ KP പ്രശാന്ത്, സംഘടനാ പ്രസിഡന്റ് AP രാഗേഷ്, സെക്രട്ടറി ഷജിൽ CC, ട്രഷറർ നീന ബാബു, സജീവ് KP,
നസീർ, പ്രതീഷ്, സതീഷ് KM, ബിജു ഭാസ്കർ, ഷൈനി അനൂപ്, ഷീബ, ബിന്ദു KC, മനോഹരൻ, മണിപ്രസാദ്, നന്ദനാർ, ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രധാന കേന്ദ്രങ്ങളിൽ ഒരുക്കണമെന്ന് ഡോക്ടർ സുൽഫിക്കർ അലി. AED മെഷീൻ അത്യാഹിതങ്ങളിൽ ഉപയോഗിക്കുന്നത് മരണനിരക്ക് കുറയ്ക്കുമെന്നും അദ്ദേഹം. റെയിൽവേ സ്റ്റേഷനിൽ മെഷീൻ സുസജ്ജം. പുതുതലമുറയെ ആകർഷിക്കാൻ പുത്തൻ ഡിസൈനുകളുമായി ഖാദി എത്തി. പ്രകൃതിദത്ത ചായക്കൂട്ടുകൾ നൽകിയ വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ. ഖാദി ഇത്തവണ ലക്ഷ്യമിടുന്നത് 150 കോടിയുടെ വിപണനം. 23 വർഷങ്ങൾക്ക് ശേഷം ധീരജവാൻ ജനാർദ്ദനന് സ്മൃതിമണ്ഡപം നിർമ്മിച്ച് പയ്യന്നൂർ നഗരസഭ. നിർമ്മാണം സുഹൃത്ത് കൂട്ടായ്മ ജവാൻ ട്രസ്റ്റിലൂടെ. ഒപ്പം AV ജനാർദ്ദനന്റെ കുടുംബത്തിന് ആദരവ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ്, പയ്യന്നൂർ ഖാദി കേന്ദ്രവും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി.
വ്യാജ ഖാദി ഉൽപ്പന്നങ്ങളെ ചെറുക്കുന്നതിനായി കേരള ഖാദി എന്ന പേരിൽ ഇത്തവണ പ്രത്യേക ലോഗോയും പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിലൂടെ 150 കോടി രൂപയുടെ വിൽപ്പനയാണ് ഖാദി ബോർഡ് ലക്ഷ്യമിടുന്നത്. ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. ഇന്നത്തെ ലേറ്റസ്റ്റ് കളക്ഷനെക്കുറിച്ചും ജനാഭിപ്രായത്തെക്കുറിച്ചും നമുക്കൊന്നറിയാം. ഖാദി ഗ്രാമവ്യവസായ ബോർഡും പയ്യന്നൂർ ഖാദി കേന്ദ്രവും അംഗീകൃത ഖാദി ഉൽപ്പന്നങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. മേഡത്തിന് ഖാദിയെ പറ്റിയുള്ള അഭിപ്രായം? നല്ല ഒരു വെറൈറ്റി ഡിസൈനും എല്ലാം നല്ല ഡീസൻറ്റ് ലുക്കായിരിക്കും. ഇപ്പോൾ ഖാദിക്ക് ഈ ഒറിജിനൽ കളറാണെന്ന് പറയുന്നുണ്ട്. അത് മീൻസ് ഓർഗാനിക്കാണ് കളർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ പുതുതായിട്ടുള്ളതാണ്, നമ്മുടെ സ്കിന്നിനൊന്നും കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിലുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? അത് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഖാദി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സ്കിന്നിനോ മറ്റോ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. കൂടാതെ നമുക്ക് ഈട് നിൽക്കുന്ന ഒരു ഖാദി കൂടുതൽ ഈട് നിൽക്കില്ലേ? അതെ അതെ. അപ്പോൾ എത്ര വർഷമായി മാഡം ഉപയോഗിക്കുന്നത്? 3-4 വർഷമായി. 5 വർഷമായിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നല്ലേ? ഓ, ഇവിടെ തന്നെ വാങ്ങിക്കുന്നു. വ്യാജ ഖാദി ഉൽപ്പന്നങ്ങളെ ചെറുക്കുന്നതിനായി കേരള ഖാദി എന്ന പേരിൽ ഇത്തവണ പ്രത്യേക ലോഗോയും പുറത്തിറക്കി. 150 കോടി രൂപയുടെ വിൽപ്പനയാണ് ഖാദി ബോർഡ് ലക്ഷ്യമിടുന്നത്. നിങ്ങൾ ഇവിടെ ഖാദി വാങ്ങിക്കേണ്ടിട്ട് വന്നതല്ലേ? നോക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് നോക്കിയിട്ട് പോകാന്ന് ചോദിച്ചു. അപ്പോൾ അടുത്തൊരു ദിവസം വന്ന് വാങ്ങിക്കാന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. അതെ. ഖാദിയെക്കുറിച്ച് മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? അത് നല്ല പ്രോഡക്റ്റ് അല്ലേ? എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കല് ഇതെല്ലാം ഖാദിൻ്റെയാണ്. ഈ ടോപ്പുകളെല്ലാം നല്ല സമ്മറിന് ഉപയോഗിക്കാൻ പറ്റിയതല്ലേ? സമ്മർ സീസണിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഖാദിയുടെ എത്ര കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആ ഉപയോഗത്തിൻ്റെ നമ്മൾ ഡ്രസ്സൊക്കെ കുറേ കാലത്തേക്ക് ഈട് നിൽക്കുന്നതാണോ? ഈട് നിൽക്കും. പുതുതലമുറയെ കൂടി ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളുമായാണ് ഖാദി ബോർഡ് ഇത്തവണ ഓണത്തെ വരവേൽക്കുന്നത്. വർഷങ്ങളായി ഖാദി ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന യുവാക്കളും ഉണ്ടെന്നാണ് ഈ വിവരണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഖാദി നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണോ അത് പുതുതായിട്ട് വാങ്ങിക്കാൻ വന്നതല്ല? അല്ല, ഖാദി സ്ഥിരമായിട്ട് ഉപയോഗിക്കണ. മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ക്വാളിറ്റി നല്ല കൂടുതലായിരിക്കും. നന്നായിട്ട് ഈട് നിൽക്കുന്നതാണ്. ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് വീണ്ടും വാങ്ങിക്കാൻ വരുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉപയോഗിച്ച് കഴിയുമ്പോൾ കളർ ഇളകുമോ അങ്ങനെ കളർ പോകുന്നോ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് എത്ര വർഷമായി താങ്കൾ ഇത് ഉപയോഗിക്കുന്നത്? ഒരു 8-10 വർഷത്തോളമായിട്ട്. ഖാദിയുടെ തോർത്ത് മുണ്ടുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഷർട്ട് പീസുകൾ ഈട് നിൽക്കുന്നുണ്ട്. ക്വാളിറ്റി ഉണ്ട്. കുർത്തികൾ, റെഡിമെയ്ഡ് ഉടുപ്പുകൾ, കാന്ത സിൽക്ക് സാരി, പയ്യന്നൂർ സുന്ദരിപ്പട്ട്, ശ്രീകൃഷ്ണപുരം പട്ട് തുടങ്ങി ഏവരെയും ആകർഷിക്കുന്ന നിരവധി കളക്ഷൻസ് ഇത്തവണത്തെ മേളയിലുണ്ട്. നിങ്ങളെ പ്രൊഡക്റ്റ് ഏത് കമ്പനിയുടെ? നമ്മളെ ബ്രാൻഡ് വീവർ സ്റ്റോഴ്സ് ആണ്. നമ്മൾ ചെയ്യുന്നത് ഖാദി പ്രോഡക്ട്സ് ആണ്. ബട്ട് കുറച്ചും കൂടെ ട്രെൻഡി ആൻഡ് മോഡേൺ ആയിട്ടുള്ള കുർത്തീസ്, വിമൻസ് വെയർ ഉണ്ട്, മെൻസ് വെയർ ഉണ്ട്. മെൻസിൻ്റെ ഷർട്ട് ഉണ്ട്, ജാക്കറ്റ്സ് ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്, ടോപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വില എങ്ങനെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലാണോ അതോ? റീസണബിൾ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചാണ്. പിന്നെ ഖാദിനെ, ഹാൻഡ്ലൂമിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവായിട്ടാണ് ഞാൻ ബ്രാൻഡ് തുടങ്ങിയത്. മാഡം തന്നെയാണോ ഈ ബ്രാൻഡ് തുടങ്ങിയിട്ടുള്ളത്? ഞാൻ ഡിസൈനറാണ്. സോ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്ത് പ്രോഡക്ട്സ് ചെയ്യുന്നത്. ഇത് ഹാൻഡ് എംബ്രോയിഡറി ആണ്. ഞാനാ ചെയ്തത്. ഇത് മാഡം ചെയ്ത ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത്. നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓണം അടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കസ്റ്റമേഴ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു റെസ്പോൺസ് ഉണ്ട്. ഓക്കെ. സർക്കാർ ഉദ്യോഗസ്ഥർ ഖാദി വസ്ത്രം ആഴ്ചയിൽ ഒരിക്കൽ ധരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ആഴ്ചക്ക് ഓരോ ദിവസമെങ്കിലും യൂസ് ചെയ്യണമെന്നുള്ള ഇതുണ്ടല്ലോ, അവർ ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്, ഖത്തറിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പോകുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് പോകാമെന്നുള്ള ഇതിപ്പോൾ ഒരു ക്വാളിറ്റി ആയിട്ട് വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്തിട്ട് അവിടുത്തെ കാലാവസ്ഥക്കും പറ്റിയൊരു മെറ്റീരിയലാണ്. ഉപയോഗിക്കുന്ന സമയത്ത് വേറെ അതിൻ്റെ സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ കെമിക്കലിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അലർജിക്കോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ. അതും കൂടി ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു തീരുമാനത്തിലാണ് നമ്മൾ. പ്രത്യേകിച്ച് നമ്മളെ ഗൾഫ് നാട്ടിലുള്ള കാലാവസ്ഥകളെല്ലാം പറ്റിയൊരു ഡ്രസ്സും കൂടിയാണ്. വൈഡായിട്ട് ഇപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു പ്രചാരം വരുന്നുണ്ട്. അത് കുറച്ചും കൂടി കൂടുതലായിട്ട് വരണം എന്നുള്ളതാണ്
ചിന്തിക്കണം. എല്ലാവരും ഖാദിയിലേക്ക് തന്നെ അത് വരണം. നമ്മുടെ ഡ്രസ്സിന്റെ ഒരു സങ്കല്പത്തെ തന്നെ നാട്ടിലെ കാലാവസ്ഥ ഈ ചൂട് കൂടി വരുന്ന സമയത്ത് ഇപ്പം കാലാവസ്ഥയിൽ മാറിയല്ലോ, ആ സമയത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സിനാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. ഇത്തരം മേളകളും ഉത്സവങ്ങളും വരുമ്പോൾ മാത്രം നമ്മൾ ഖാദിയെ ഓർക്കാതെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഖാദിയെ കൂടുതൽ ജനപ്രിയമാക്കി മാറ്റണമെന്നുള്ള അഭ്യർത്ഥനയോടെ ബിനീഷ് ക്യാമറമാനോടൊപ്പം ജയദേവൻ, കണ്ണൂർ സിറ്റി ന്യൂസ്. മുണ്ടയോട് ഭാഗത്ത് എക്സൈസ് റെയ്ഡിൽ 100 ലിറ്റർ വാഷ് പിടികൂടി നശിപ്പിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കൂത്തുപറമ്പ് എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിൽ ഉടമസ്ഥനില്ലാത്ത നിലയിൽ സൂക്ഷിച്ച 100 ലിറ്റർ വാഷാണ് കണ്ടെത്തിയത്. ഇതിൽ അബ്കാരി കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം വാഷ് നശിപ്പിച്ചു കളഞ്ഞു. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ നജീബ് കെ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അജേഷ് പി, സിഇഒ ശ്രീധരൻ CP, വനിതാ സിഇഒ ഷീബ KP എന്നിവരും ഉണ്ടായിരുന്നു. 6 ലിറ്റർ വിദേശ മദ്യം സഹിതം പയ്യാവൂർ സ്വദേശി എക്സൈസ് കസ്റ്റഡിയിൽ. പയ്യാവൂർ സ്വദേശി ബാലകൃഷ്ണനാണ് പിടിയിലായത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ അഷറഫ് മലപ്പട്ടത്തിന്റെ നേതൃത്വത്തിൽ പാടിക്കുന്ന്, മയിൽ, പറശ്ശിനിക്കടവ് ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാൾ പിടിക്കപ്പെട്ടത്. ഓണം സ്പെഷ്യൽ ഡ്രൈവ് ഡ്യൂട്ടിയുടെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ അഷറഫ് മലപ്പട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പാടിക്കുന്ന്, മയിൽ, പറശ്ശിനിക്കടവ് ഭാഗങ്ങളിൽ പരിശോധന നടത്തിയത്. റെയ്ഡിൽ ശ്രീകണ്ഠാപുരം റേഞ്ച് പരിധിയിൽപ്പെട്ട ഗോപാലൻ പീടികയിൽ വെച്ചാണ് അനുവദനീയമായ അളവിൽ കൂടുതലായ 6 ലിറ്റർ വിദേശമദ്യം കൈവശം വെച്ച കുറ്റത്തിന് പയ്യാവൂർ സ്വദേശി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു. സിവിൽ എക്സൈസ് ഓഫീസർമാരായ P. സൂരജ്, വിനീത് PR, ഡ്രൈവർ അജിത് തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു. മൃദംഗ വിദ്വാനും നൂതന നൃത്തരൂപമായ അമൃതനാട്യകലയുടെ ആചാര്യനുമായ കലാമണ്ഡലം രമേശ് അന്തരിച്ചു. നൃത്തത്തെ തപസ്യയായി മനസ്സിൽ സൂക്ഷിച്ച അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാനാവാതെയാണ് മടങ്ങിയത്. മൃദംഗ വിദ്വാനായ അദ്ദേഹം നൂതന നൃത്തരൂപമായ അമൃതനാട്യകലയുടെ ആചാര്യനാണ്. തെയ്യത്തിന്റെ ഐതിഹ്യത്തിന്റെ അന്തസത്ത ചോർന്നു പോകാതെ അമൃതനാട്യത്തെ നൃത്തരൂപത്തിൽ ചിട്ടപ്പെടുത്തിയെടുത്തത് അദ്ദേഹത്തിന്റെ 1.5 ദശക കാലത്തെ തപസ്യയിലൂടെയായിരുന്നു. സ്കൂൾ കലോത്സവ ഇനത്തിൽ ഉൾപ്പെടുത്തുവാൻ ദീർഘകാലത്തെ ശ്രമത്തിൽ ലക്ഷ്യത്തിലെത്താതെയാണ് ആചാര്യൻ യാത്രയായത്. കണ്ണൻ മ്യൂസിക്സിന്റെ പ്രൊപ്പറൈറ്ററും ചാലാട് തെക്കൻ മണൽ കണ്ണൻ പണിക്കർ ദേവസ്ഥാനത്തിന്റെ അവകാശിയും കൂടിയാണ് കലാമണ്ഡലം രമേശ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തീയക്ഷേമസഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റിയുടെ 1ാം വാർഷികാഘോഷം ഓഗസ്റ്റ് 13 വിവിധ കലാ സാംസ്കാരിക പരിപാടികളുടെ കുഞ്ഞിമംഗലം മല്ലിയോട്ട് നന്ദലാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 12 വൈകിട്ട് 4 താമരം കുളങ്ങരയിൽ നിന്നും നന്ദലാല ഓഡിറ്റോറിയം പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. ഞായറാഴ്ച രാവിലെ 10 ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് വാർഷിക ആഘോഷം ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തും. തീയക്ഷേമസഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് പണ്ടാരവളപ്പിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, കാലടി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ ലിസി മാത്യു, റിട്ടയർഡ് DYSP KV ബാബു തുടങ്ങിയവർ സംസാരിക്കും. മല്ലിയോട്ട് മേഖലാ കമ്മിറ്റിയുടെ 1ാം വാർഷികാഘോഷം 2023 ആഗസ്റ്റ് 13 കുഞ്ഞിമംഗലം നന്ദലാല ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ഉദ്ഘാടന സമ്മേളനം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവർ നിർവഹിക്കും. അദ്ദേഹം മുഖ്യ പ്രഭാഷണവും നടത്തും. ചടങ്ങിൽ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, അതുപോലെ ലിസി മാത്യു, പ്രൊഫസർ ലിസി മാത്യു, കാലടി സർവകലാശാലയിലെ മലയാള വിഭാഗം മേധാവി ലിസി മാത്യു, റിട്ടയർഡ് DYSP KV ബാബു അവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കും. കൂടാതെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രധാന തീയ സമുദായ ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര ആചാരക്കാർ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന അനുമോദന സദസ്സ് തീയക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് ഹരിഹരസുധൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ, SSLC, +2, ബിരുദാനന്തര വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ തീയക്ഷേമസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി ഉപഹാരം നൽകി ആദരിക്കും. വൈകുന്നേരം 6 മണിക്ക് കലാസന്ധ്യ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ തീയക്ഷേമസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി, മേഖലാ സെക്രട്ടറി കൃഷ്ണൻ കാവിനരികത്ത്, വൈസ് പ്രസിഡന്റ് അജയൻ മത്തിയാരി, പ്രദീപ് കുമാർ P തുടങ്ങിയവർ പങ്കെടുത്തു.
41ാമത് സംസ്ഥാനതല സീനിയർ പുരുഷ വനിതാ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 ജില്ലകളിൽ നിന്നായി 800ഓളം താരങ്ങൾ പങ്കെടുക്കും. നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലെ വിജയികളെ ദേശീയ ഗെയിംസിലേക്ക് തിരഞ്ഞെടുക്കും. ശനിയാഴ്ച രാവിലെ 9 മണിക്കാണ് നെറ്റ്ബോളിന്റെ ഉദ്ഘാടന ചടങ്ങ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA മുഖ്യ അതിഥിയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS തുടങ്ങിയവരും പങ്കെടുക്കും. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 41ാമത് സംസ്ഥാന സീനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇദംപ്രദമായിട്ടാണ് കണ്ണൂരിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഏകദേശം 800ഓളം കായിക താരങ്ങളാണ് 12-13 ദിവസങ്ങളിലായി നടക്കുന്ന ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് ദേശീയ ഗെയിംസിലേക്കുള്ള കേരള ടീമിൻ്റെ സെലക്ഷനും അതോടൊപ്പം തന്നെ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള സംസ്ഥാന ടീമിൻ്റെ സെലക്ഷൻ നടക്കുന്നത് ഈ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ തന്നെ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത നിരവധി കായിക താരങ്ങൾ ഇവിടെ അണിനിരക്കുന്നുണ്ട്, വിവിധ ജില്ലകളിലെ പ്രതിനിധീകരിച്ച്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങൾ ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെ കളർഫുള്ളായ ഒരു ചാമ്പ്യൻഷിപ്പാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് നെറ്റ്ബോൾ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംജാതമാകാൻ പോകുന്നത്. ഞായറാഴ്ച 12:30 നടക്കുന്ന സമാപന ചടങ്ങിൽ KV സുമേഷ് MLA സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ കേരള നെറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി S നജ്മുദ്ദീൻ, ട്രഷറർ UP സാബിറ, ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാഹിൻ പള്ളിക്കണ്ടി, സെക്രട്ടറി AP പ്രഭാവതി, R വേണു തുടങ്ങിയവർ പങ്കെടുത്തു. ദിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ സൗജന്യമായി നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുത്ത ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് 1.5 മാസക്കാലം നീണ്ടുനിൽക്കുന്ന കോഴ്സുകളാണ് നൽകുന്നത്. 18-നും 35-നും വയസ്സിനുമിടയിലെ 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർക്കാണ് അവസരം. ഭിന്നശേഷി വിദ്യാർത്ഥികളെ ഉന്നതിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും അതുവഴി അവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖല കണ്ടെത്തിക്കൊടുക്കുകയുമാണ് ലക്ഷ്യം. ഭിന്നശേഷി കുട്ടികളെ കണ്ടെത്തി അവർക്കൊരു സൗജന്യമായിട്ട് ഫുഡും അക്കോമഡേഷനും പിന്നെ ട്രെയിനിങ്ങും സർട്ടിഫിക്കറ്റും പിന്നെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഭിന്നശേഷിക്കാരെ ഞങ്ങളെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ കണ്ണൂർ പിന്നെ കോഴിക്കോടിൽ ചെയ്തുകൊണ്ടിരിക്കുക. അത് സൗജന്യമായിട്ടുണ്ടാവും. അതല്ലാതെ അവർക്ക് മൊബിലിറ്റി എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സലകരണം പറഞ്ഞാൽ ഇയറിംഗ് ഹെഡോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാലോ പ്ലാസ്റ്റിക് കാലോ ഇങ്ങനത്തെ സംഭവമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഞങ്ങൾ ദിയ ചാരിറ്റബിൾ ട്രസ്റ്റും പിന്നെ APD അസോസിയേഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ഈ 2 NGO ചേർത്താണ് ഈ പ്രോഗ്രാം കണ്ണൂർ പിന്നെ കോഴിക്കോടിൽ ചെയ്തുകൊണ്ടിരിക്കുക. സൗജന്യ സോഫ്റ്റ് സ്കിൽ പരിശീലനമാണ് നൽകുക. സൗജന്യ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ തീഷ് കുമാർ PP, പ്രവീൺ K, PG സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 2000 ഓഗസ്റ്റ് 10-ന് കാശ്മീരിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട ധീരജവാൻ ജനാർദ്ദനൻ AVയുടെ സ്മരണാർത്ഥം 23 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജന്മനാടായ പയ്യന്നൂർ തെരുവിൽ മനോഹരമായ സ്മൃതി മണ്ഡപം നിർമ്മിച്ച് ജില്ലാ സൈനിക കൂട്ടായ്മ ടീം കണ്ണൂർ സോൾജിയേഴ്സ്. പയ്യന്നൂർ നഗരപരിധിയിൽ നിർമ്മിച്ച സ്മാരകം CRPF പെരിങ്ങോം DIGP ശ്രീ PP പോളി നാടിന് സമർപ്പിച്ചു. ജവാൻ ജനാർദ്ദനൻ AVയുടെ സുഹൃത്തുക്കൾ ചേർന്ന് രൂപീകരിച്ച ജവാൻ ട്രസ്റ്റാണ് സ്മാരക നിർമ്മാണത്തിനായി സ്ഥലം കൈമാറിയത്. ചടങ്ങിൽ സൈനികന്റെ കുടുംബാംഗങ്ങളെ ആദരിച്ചു. 4 ലക്ഷത്തോളം രൂപ ചിലവിൽ നിർമ്മിച്ച സ്മൃതി മണ്ഡപം സൈനികരുടെ ജീവത്യാഗത്തിന്റെ പ്രതീകമായി എന്നും നിലനിൽക്കുമെന്നും പുതുതലമുറയ്ക്ക് പ്രചോദനവും ആവേശവും നൽകുന്നതായിരിക്കുമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. NCC പയ്യന്നൂർ കമാൻഡിംഗ് ഓഫീസർ കേണൽ സജീന്ദ്രൻ C വിശിഷ്ട അതിഥിയായി. വിനോദ് എളയാവൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ, വാർഡ് മെമ്പർ ഷാരിക ടീച്ചർ, TV സുനിൽകുമാർ, ഡോക്ടർ C സന്തോഷ് തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായി. സോൾജിയേഴ്സിന്റെ അംഗങ്ങളും മറ്റ് സുഹൃത്തുക്കളും എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് ഈ ഇത്രയും മഹത്തരമായ ഒരു യുദ്ധസ്മാരകത്തിന്റെ വീരരക്തസാക്ഷി കോൺസ്റ്റബിൾ ജനാർദ്ദനന്റെ പ്രകാശൻ V ഏഴോം, ട്രഷറർ മനോജ് ബ്ലാത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു.
ഗൾഫ് മലയാളികൾക്ക് ഇത്തവണ ഓണം ആഘോഷിക്കാനായി കണ്ണൂരിന്റെ പൂക്കളും പച്ചക്കറികളും വാഴയിലയും കടൽ കടക്കാനൊരുങ്ങുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ പുതുതായി തുടങ്ങുന്ന എയർ കാർഗോ വഴിയാണ് സർവീസ് ലഭ്യമാക്കുക. കൊച്ചി ആസ്ഥാനമായുള്ള ദ്രാവിഡൻ ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് എയർ കാർഗോ സർവീസ് നടത്തുന്നത്. ഗൾഫ് നാട്ടിലുള്ളവർക്ക് ഓണം ആഘോഷിക്കുന്നതിനാവശ്യമായ പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, വാഴയിലകൾ തുടങ്ങിയവയുമായി 23 മുതൽ 27 വരെ തുടർച്ചയായി 5 ദിവസം കണ്ണൂരിൽ നിന്നും ചരക്കു വിമാനങ്ങൾ പറക്കും. കണ്ണൂർ ഇന്റർനാഷണൽ ഫ്രൈറ്റ് ഫോർവേഡിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയാണ് കണ്ണൂരിൽ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വടക്കേ മലബാറിൽ നിന്നുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ, മത്സ്യം, പാൽ, പാലുൽപ്പന്നങ്ങൾ, തേൻ, മാംസം, ഞണ്ട്, പരമ്പരാഗത വ്യവസായ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വിദേശ വിപണി ലഭിക്കാൻ ചരക്കു വിമാനങ്ങൾ സഹായിക്കും. കൈത്തറി, ഖാദി, കരകൌശല ഉൽപ്പന്നങ്ങൾ, വെങ്കല ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, മുളയുൽപ്പന്നങ്ങൾ, പായ തുടങ്ങിയവയെല്ലാം കയറ്റുമതി ചെയ്യാൻ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ യാത്രാ വിമാനങ്ങളിലാണ് കണ്ണൂരിൽ നിന്നുള്ള ചരക്കു നീക്കം നടക്കുന്നത്. പരിമിതമായ സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോവാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇപ്പോഴുള്ള പ്രശ്നം. പ്രതിമാസം 12 ടണ്ണോളം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ കഴിയാതെ തിരിച്ചയക്കേണ്ട സ്ഥിതി ഉണ്ടാവുന്നുണ്ട്. കാർഗോ വിമാനങ്ങളുടെ വരവോടെ കണ്ണൂരിലെ കാർഗോ കോംപ്ലക്സിന്റെ സൗകര്യങ്ങൾ പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 15 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 5455, പവന് 43,640 രൂപ, വെള്ളി 77 രൂപ. അറിയിപ്പ്: ബിരുദാനന്തര പ്രോഗ്രാം അപേക്ഷ ക്ഷണിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31. കേരളത്തിലെ കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ ഓപ്പൺ സർവകലാശാലയുടെ മറ്റൊരു കോഴ്സിൽ കൂടി ചേരാം. ഓൺലൈനായി മാത്രമേ ഫീസ് അടക്കാൻ കഴിയൂ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അഡ്മിഷൻ കേന്ദ്രങ്ങളുണ്ട്. സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് തിരഞ്ഞെടുക്കുന്ന അഡ്മിഷൻ കേന്ദ്രത്തിൽ അപേക്ഷകർക്ക് പോകാം. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള തീയതിയും സ്വയം തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം പോർട്ടലിലുണ്ട്. അപേക്ഷയുടെ പ്രിന്റ്, ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ഫീസ് രസീത്, ആധാർ, മറ്റ് ID-യുടെ ഒറിജിനലും പകർപ്പ്, മറ്റനുബന്ധ രേഖകൾ എന്നിവ പരിശോധനയ്ക്കായി കരുതണം. 50 വയസ്സിന് മുകളിലുള്ളവർക്കും ഒരേ സമയം 2 ബിരുദം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും TC നിർബന്ധമില്ല. മെഡിക്കൽ ഓഫീസർ നിയമനം. ജില്ലാ ആശുപത്രിയുടെ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിൽ ഒഴിവുള്ള മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത: MBBS, സൈക്യാട്രിയിൽ മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് 14 രാവിലെ 10 മണിക്ക് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിന് സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഹാജരാവണം. ഫോൺ നമ്പർ 049727343343. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ അധികാരപരിധിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിസരത്തും ചക്കരക്കൽ ഡംപിംഗ് യാർഡിലുമായി സൂക്ഷിച്ചിരിക്കുന്നതും അവകാശികൾ ഇല്ലാത്തതുമായി കെട്ടിക്കിടക്കുന്നതുമായ വാഹനങ്ങൾ MSTC ലിമിറ്റഡിന്റെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി ലേലം ചെയ്യും. ഫോൺ നമ്പർ 0497263332. ടെൻഡർ ക്ഷണിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയായ പട്ടികവർഗ ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം പദ്ധതിയിൽ വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് അംഗീകൃത സ്ഥാപനങ്ങൾ, വ്യക്തികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഓഗസ്റ്റ് 18 വൈകിട്ട് 3 മണി വരെ കണ്ണൂർ സിവിൽ സ്റ്റേഷനുള്ള ITDP ഓഫീസിൽ ടെൻഡർ സ്വീകരിക്കും. ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണം. കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൽ നിന്നും 2022 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് 31-നകം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും 1 മുതൽ 20 വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. എന്നാൽ മസ്റ്ററിംഗ് നടത്തുന്ന മാസം മുതൽക്കുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവരും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0495296577. കർക്കിടക പെരുമ അപേക്ഷ ക്ഷണിച്ചു. കേരള ഫോക്ലോർ അക്കാദമി ഓഗസ്റ്റ് 14 അക്കാദമി ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന കർക്കിടക പെരുമ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഇമെയിൽ keralafolklore@gmail.com. ഫോൺ നമ്പർ 0497277890. 3ാം അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തുന്നതിന് 2023-24 അധ്യയന വർഷത്തിലെ PG പ്രോഗ്രാമുകളുടെ പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റിൽ നിന്നും വിവിധ കാരണങ്ങളാൽ പുറത്തായവർക്ക് 3ാം അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തുന്നതിനായി 200 രൂപ റീകൺസിഡറേഷൻ ഫീ ഒടുക്കി രസീത് സഹിതം ഇമെയിൽ വഴി അപേക്ഷ നൽകേണ്ടതാണ്. സീറ്റ് ഒഴിവ്. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠന വകുപ്പിൽ MSc എൻവയോൺമെന്റൽ സയൻസ് പ്രോഗ്രാമിന് ST വിഭാഗത്തിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. ഫോൺ നമ്പർ 9746602652. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രധാന കേന്ദ്രങ്ങളിൽ ഒരുക്കണമെന്ന് ഡോക്ടർ സുൽഫിക്കർ അലി. AED മെഷീൻ അത്യാഹിതങ്ങളിൽ ഉപയോഗിക്കുന്നത് മരണനിരക്ക് കുറയ്ക്കുമെന്നും അദ്ദേഹം. റെയിൽവേ സ്റ്റേഷനിൽ മെഷീൻ സുസജ്ജം. പുതുതലമുറയെ ആകർഷിക്കാൻ പുത്തൻ ഡിസൈനുകളുമായി ഖാദി എത്തി. പ്രകൃതിദത്ത ചായക്കൂട്ടുകൾ നൽകിയ വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ. ഖാദി ഇത്തവണ ലക്ഷ്യമിടുന്നത് 150 കോടിയുടെ വിപണനം. 23 വർഷങ്ങൾക്ക് ശേഷം ധീരജവാൻ ജനാർദ്ദനന് സ്മൃതിമണ്ഡപം നിർമ്മിച്ച് പയ്യന്നൂർ നഗരസഭ. നിർമ്മാണം സുഹൃത്ത് കൂട്ടായ്മ ജവാൻ ട്രസ്റ്റിലൂടെ. ഒപ്പം AV ജനാർദ്ദനന്റെ കുടുംബത്തിന് ആദരവ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.